ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നത് ശരിയല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. തിരുവനന്തപുരം അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 30 റോഡുകളുടെയും 6 പാലങ്ങളുടെയും ഉദ്ഘാടനവും ഇന്ന്. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ വൈഗ കാർഷിക പ്രദർശന വിപണന മേളയുടെ 7ാം പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കെൽട്രോൺ വിയറ്റ്നാം നാവികസേന കയറ്റുമതി കരാറിൽ മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് എറണാകുളത്ത് ഒപ്പുവയ്ക്കും. ഐസിസി പുരുഷ ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ മത്സരം അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ലോക്സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസിൽ തീരുമാനമാകുന്നതുവരെ സഭയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സഭയ്ക്ക് വ്യവസ്ഥാപിതമായ രീതിയുണ്ടെന്നും സമാന പ്രവൃത്തികൾ രാഹുൽ ഗാന്ധി ഒഴിവാക്കണമെന്നും കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. Entire matter is before the people of the country. How a member in the parliament is trying to use a very sensitive matter through unfair means, a sensitive matter related to security, to be used as an instrument to drive a political mileage. It is very unfortunate. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 62 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഹിയറിംഗ് നോട്ടീസ് കൈപ്പറ്റിയ മുഴുവൻ പേരുടെയും ഹിയറിംഗ് പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽഖർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 4:30-ന് അമ്പൂരിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലം നാടിന് സമർപ്പിക്കും. പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 30 റോഡുകളും 6 പാലങ്ങളും മുഖ്യമന്ത്രി ഇതോടൊപ്പം നാടിന് സമർപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നെയ്യാർ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് തൊടുമല ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടുപോയ ആദിവാസി ഉന്നതികളിലെ 1000-ഓളം ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പാലം യാഥാർത്ഥ്യമായതോടെ പരിഹാരമാകും. ജലാശയത്തിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള വലിയ പാലങ്ങളിൽ ഒന്നായ കുമ്പിച്ചൽ കടവ് പാലത്തിന് 253.4 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. CK ഹരീന്ദ്രൻ MLA നടത്തിയ ഇടപെടലുകളാണ് അമ്പൂരിയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കാരണം. ഡിസൈൻ പോളിസിയുടെ ഭാഗമായി പാലത്തിന്റെ താഴെയുള്ള ഒഴിഞ്ഞ സ്ഥലം പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാര കേന്ദ്രമൊരുക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് നവീകരിച്ച മുണ്ടൂർ തൂത 4-വരി സംസ്ഥാന പാതയും ആലപ്പുഴയിലെ മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഫേസ് 4-5 പ്രവൃത്തികളുടെ ഉദ്ഘാടനവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വൈഗ കാർഷിക പ്രദർശന വിപണന മേളയുടെ 7ാം പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. വനിതാ കർഷകരുടെ വിജയഗാഥകൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പുസ്തകം മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, സംസ്കരണം, വിപണനം എന്നിവയിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക, സംരംഭകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് മേളയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ചതാണ് പുതിയ പാർക്കിംഗ് കേന്ദ്രം. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ തത്വങ്ങളും ചിന്തകളും രാജ്യത്തെ എല്ലാ തലമുറയ്ക്കും വഴികാട്ടിയായി തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കട്ടിളപ്പള്ളി കേസിലെ മൂന്നാം പ്രതിയായ വാസു അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. അതേസമയം കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, കെ എസ് ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണം കട്ടവർ ശിക്ഷിക്കപ്പെടുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ കണ്ണൂരിൽ പറഞ്ഞു. കെൽട്രോൺ വിയറ്റ്നാം നാവികസേന കയറ്റുമതി കരാർ എറണാകുളത്ത് ഇന്ന് ഒപ്പിടും. മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ കെൽട്രോണും നിയോ പവറും തമ്മിലുള്ള വിയറ്റ്നാം നേവി കരാറും കെ എസ് സ്മാർട്ടുമായുള്ള കൊക്കോണിക്സ് ധാരണാപത്രവും കൈമാറും. കുസാറ്റിലെ പുതിയ സെന്റർ ഫോർ എക്സലൻസിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കും. നിർധനരായ സ്ത്രീകൾക്കും ട്രാൻസ് സ്ത്രീകൾക്കും സംസ്ഥാന സർക്കാരിന്റെ സ്നേഹസ്പർശം എത്തിക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അന്ത്യോദയ അന്നയോജന മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ഒരു നിശ്ചിത വരുമാനം ഉറപ്പാക്കുന്നതാണ് പദ്ധതി. സാമ്പത്തിക പരാശ്രയത്വവും പാർശ്വവൽക്കരണവും അനുഭവിക്കുന്ന സ്ത്രീകളുടെ അധ്വാനത്തെ ആദരിക്കുന്നതിനൊപ്പം അവർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. കേരളത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയത്ത് ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുന്നത് തുടരണമെന്നും നിർദ്ദേശമുണ്ട്. ഇടുക്കിയിലെ ഗോത്രഗ്രാമങ്ങളിൽ മന്നാൻ സമുദായത്തിന്റെ അനുഷ്ഠാന കലാരൂപമായ മന്നാൻ കൂത്തിന് തുടക്കമായി. തിങ്കൾക്കാട് ആദിവാസി കുടിയിൽ കാലാവൂട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറിയ കൂത്ത് കാണികൾക്ക് ആവേശമായി മാറി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തെയ്യത്തിനും കഥകളിക്കും സമാനമായി കേളികൊട്ടലോടെയാണ് കൂത്ത് ആരംഭിക്കുന്നത്. കൂത്താടികൾ എന്ന് വിളിക്കപ്പെടുന്ന കലാകാരന്മാരിൽ സ്ത്രീവേഷം കെട്ടുന്നതും പുരുഷന്മാർ തന്നെയാണ്. കയ്യിൽ വളയും കാലിൽ ചിലങ്കയും അണിഞ്ഞാണ് പെൺതാടികൾ എത്തുന്നത്. ആൺതാടികൾ മുണ്ട് തറ്റെടുത്ത് തലയിൽ തോർത്ത് കെട്ടുന്നു. ചാരൽ, മത്താളം എന്നീ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കോവിലൻപാട്ട് പാടിയാണ് കളി തുടങ്ങുന്നത്. ചടങ്ങിനിടയിലെ ഏറ്റവും ആകർഷകമായ ഭാഗമാണ് കന്നിയാട്ടം. കണ്ണകിയുടെ കഥ ആവേശകരമായ മുഹൂർത്തങ്ങളിലെത്തുമ്പോഴാണ് സവിശേഷമായ ഈ നൃത്തം നടക്കുന്നത്. തിരുവല്ല സ്പാ കൂട്ട ബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. തിരുവല്ല ചുമത്ര സ്വദേശി പ്രശോഭാണ് റാന്നിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. കേസിലെ പ്രധാന പ്രതി സുബിൻ അലക്സാണ്ടർ, ബെർലിൻ ദാസ്, വരുൺകുമാർ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കിരൺ, സജിൻ എന്നിവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഐസിസി പുരുഷ 2020 ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാന് 188 റൺസ് വിജയലക്ഷ്യം. അഹമ്മദാബാദിലാണ് മത്സരം. ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ അയർലൻഡിനെയും വൈകുന്നേരം 7 മണിക്ക് ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെയും നേരിടും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് പുതുയുഗയാത്ര കോഴിക്കോട് ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. കുറ്റ്യാടി ടൌണിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ കെപിസിസി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ്, മോൻസ് ജോസഫ് എംഎൽഎ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ പര്യടനം വൈകിട്ട് 5-ന് ബാലുശ്ശേരിയിൽ സമാപിക്കും. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നതായുള്ള വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്ന് റോഡ് പുനർനിർമ്മിക്കണമെന്ന് വിജിലൻസ് റിപ്പോർട്ട്. അല്ലാത്തപക്ഷം റോഡിന്റെ നിർമ്മാതാക്കളായ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. പരാതി നൽകിയതിനെ തുടർന്ന് ഗവർണർ ഇടപെട്ടതോടെ വിജിലൻസ് അന്വേഷണം ശക്തമാക്കുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 79 പോയിന്റ് താഴ്ന്ന് 84,547-ലും നിഫ്റ്റി 7 പോയിന്റ് കുറഞ്ഞ് 25,980-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം പവന് 200 രൂപ കുറഞ്ഞ് 1,16,240 രൂപയും ഗ്രാമിന് 14,530 രൂപയുമാണ് ഇന്നത്തെ വില. കേരള സർവകലാശാലയിലെ നിലവിലെ സർവകലാശാല യൂണിയൻ അസാധുവാക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ ഉത്തരവിറക്കി. പുതിയ യൂണിയൻ തെരഞ്ഞെടുപ്പിനായി ജനറൽ കൌൺസിൽ രൂപീകരിക്കുമെന്ന് വിസി അറിയിച്ചു. യൂണിയന്റെ കാലാവധി അവസാനിച്ചതിനാൽ സ്വാഭാവിക നടപടി മാത്രമാണിതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. കേരളത്തിലേക്കുള്ള പിഐബി മീഡിയ ടൂറിന്റെ ഭാഗമായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഭുവനേശ്വറിന്റെ നേതൃത്വത്തിൽ ഒഡീഷയിൽ നിന്നുള്ള മാധ്യമസംഘം കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനം സന്ദർശിച്ചു. ഇന്ത്യയുടെ പ്രകൃതിദത്ത റബ്ബർ മേഖലയെക്കുറിച്ചും സമീപകാല സാങ്കേതിക കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് സന്ദർശനം. അതോടൊപ്പം ഗുവാഹത്തി പിഐബിയുടെ മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി അസമിൽ നിന്നുള്ള 13-അംഗ സംഘവും എറണാകുളം, കോട്ടയം ജില്ലകളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ഇന്ന് കൊച്ചിൻ കപ്പൽ നിർമ്മാണ ശാലയും കൊച്ചി വാട്ടർ മെട്രോയും സന്ദർശിക്കുന്ന സംഘം നാളെ കോട്ടയത്ത് റബ്ബർ ബോർഡ് ആസ്ഥാനത്തും എത്തും. രാഷ്ട്രത്തെയും മാനവികതയെയും സേവിക്കാൻ ആത്മസമർപ്പണത്തിന് പ്രേരിപ്പിക്കുന്ന സംസ്കൃത സുഭാഷിതം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിമാലയത്തോളം മഹത്തായ എല്ലാ ദിശകളും ആദരവോടെ തലകുനിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നതായി വ്യക്തമാക്കുന്നതാണ് സുഭാഷിതം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026-27 കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടരും. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നത് ശരിയല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. തിരുവനന്തപുരം അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ 30 റോഡുകളുടെയും 6 പാലങ്ങളുടെയും ഉദ്ഘാടനവും ഇന്ന്.
സംസ്ഥാന കാർഷിക വികസന വകുപ്പിന്റെ വൈഗ കാർഷിക പ്രദർശന വിപണനമേളയുടെ 7ാം പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ശബരിമല സ്വർണ്ണാഭരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കെൽട്രോൺ വിയറ്റ്നാം നാവികസേന കയറ്റുമതി കരാറിൽ മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് എറണാകുളത്ത് ഒപ്പുവയ്ക്കും. ഐസിസി പുരുഷ ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ മത്സരം അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.